Hi all, welcome to my classroom, Structural Analysis 2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Today, we discuss about the topic Clapeyron's Theorem, Module 1, K2 syllabus for S5 Civil. Okay, and its concept, Clapeyron's Theorem and its concept. Clapeyron's Theorem, concept of Clapeyron's theorem. Okay, concept Clapeyron's theorem. ഒരു വ്യക്തിയുടെ ഒരു പേഴ്സൺ നെയിം ആണ് ക്ലാപ്രയോൺസ്. ആക്ച്വലി ഇറ്റ് വാസ് എ ഫ്രഞ്ച് എഞ്ചിനീയർ. പുള്ളി ഡെവലപ്പ് ചെയ്ത ഒരു തിയറമാണ് ക്ലാപ്രയോൺസ് തിയറം ഇൻ 1857 ഫ്രഞ്ച് എഞ്ചിനീയർ ആയിട്ടുള്ള ക്ലാപ്രയോൺ ഡെവലപ്പ് ചെയ്ത തിയറമാണ് ക്ലാപ്രയോൺസ് തിയറം. ഈ തിയറത്തിന് നമ്മൾ 3 മൊമെന്റ് ഇക്വേഷൻ എന്നും പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു തിയറം ഡെവലപ്പ് ചെയ്തത് കണ്ടിന്യൂസ് ബീംസിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ക്ലാപ്രയോൺ തിയറം ഡെവലപ്പ് ചെയ്തത്. അപ്പം നമുക്ക് ക്ലാപ്രയോൺസ് തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കണ്ടിന്യൂസ് ബീം എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ക്ലാപ്രയോൺസ് തിയറത്തിന്റെ കോൺസെപ്റ്റുകളൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇൻ ഡീറ്റെയിൽ ക്ലാപ്രയോൺസ് തിയറം ഡെറിവേഷനും അതിന്റെ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എന്താ ഒരു കണ്ടിന്യൂസ് ബീം? Continuous beam എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we all know that a beam which is supported on more than 2 supports, അതായത് more than 1 span, ഒരു സ്പാൻ more than 1 span എന്ന് പറയുമ്പോൾ more than 2 supports, അങ്ങനെയുള്ള ഒരു ബീമിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞത്. അതായത് സിംപ്ലി സപ്പോർട്ടഡ്. കൂടുതലായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ബീം കാണുന്നത് എവിടെയൊക്കെയാ? ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ബ്രിഡ്ജസിലായിരിക്കും. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിന്യൂസ് ബീം നമ്മൾ വരുന്നത് ബ്രിഡ്ജസിലും ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിലും വരും. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ബീംസിന്റെ അനാലിസിസിനാണ് നമ്മൾ ക്ലാപ്രയോൺസ് തിയറം യൂസ് ചെയ്യുന്നത്. മോർ ദാൻ 2 സപ്പോർട്ട്സ് ആണ് കണ്ടിന്യൂസ് ബീം. അങ്ങനെ മോർ ദാൻ 2 സപ്പോർട്ട്സ് വരുമ്പം ഓരോ സപ്പോർട്ട്സിലെയും മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു 3 മൊമെന്റ് വരെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അനാലിസിസ് ഇക്വേഷൻസ് മതിയാവില്ല. സോ നമ്മൾ ക്ലാപ്രയോണിലേക്ക് പോകും. അതാണ് ഇതിന്റെ 3 മൊമെന്റ് ഇക്വേഷൻ എന്നും കൂടി പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ബീം പറഞ്ഞു. ബീം നമുക്ക് കണ്ടിന്യൂസ് ബീം തന്നെയല്ല, ഫിക്സഡ് ബീം ഉണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, ഓവർഹാങ്ങിങ് ബീം ഉണ്ട്, കണ്ടിന്യൂസ് ബീം ഉണ്ട്, ഒരുപാട് ടൈപ്പ് ബീംസ് ഉണ്ട്. സപ്പോർട്ട്സ് ആണെങ്കിലും നമുക്ക് ഹിഞ്ച് സപ്പോർട്ട്സ്, റോളർ സപ്പോർട്ട്സ്, ഫിക്സഡ് സപ്പോർട്ട്സ്, റോളർ സപ്പോർട്ട്സ്, ഹിഞ്ച് സപ്പോർട്ട്സ്, അങ്ങനെ നമുക്ക് പോകും. ബീംസ് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, കാൻഡിലിവർ ബീം വരുന്നുണ്ട്, ഫിക്സഡ് ബീം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബീംസും നമുക്ക്. സ്ട്രക്ചറൽ അനാലിസിസിൽ നമ്മുടെ സ്ട്രക്ചേഴ്സ് 2 എണ്ണമാണ്. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറും ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറും ഉണ്ട്, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ ഏതാ? സമ്മേഷൻ h=0, സമ്മേഷൻ v=0, സമ്മേഷൻ m=0. നമുക്ക് ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന, അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. എന്നാൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ച് വി കാൻ സോൾവ് ബൈ യൂസിങ് ദീസ് 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതുപോലെ തന്നെ കാൻഡിലിവർ ബീം. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ബീം, അതുപോലെ തന്നെ പ്രോപ്ഡ് കാൻഡിലിവർ. ഇത്
ഇതെല്ലാം ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ച് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. എങ്ങനെയാണ്, ഏത് മെത്തേഡിലാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്ന മെത്തേഡ്സ് നമുക്ക് നോക്കാം. യൂഷ്വലി 2 മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് ഈസ് ഫോഴ്സ് മെത്തേഡ്, എന്താ ഫോഴ്സ് മെത്തേഡ്, ആൻഡ് സെക്കൻഡ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, ഫോഴ്സ് മെത്തേഡും ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡും. 2 മെത്തേഡിലാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അനലൈസ് ചെയ്യുന്നത്. ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുമ്പം പ്രൈമറി അൺനോൺ എന്ന് പറയുന്നത് ഫോഴ്സ് ആയിരിക്കും. പ്രൈമറി അൺനോൺ എന്ന് പറയുന്നത് ഫോഴ്സ് ആയിരിക്കും. അതിനെ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഈ ഫോഴ്സ് മെത്തേഡിൽ 2 രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഈസ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ. 2 മെത്തേഡുണ്ട്. കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആൻഡ് 3 മൊമെന്റ് ഇക്വേഷൻ. നമ്മുടെ മെത്തേഡ് ഏതാ? 3 മൊമെന്റ് ഇക്വേഷൻ. ഫോഴ്സ് മെത്തേഡാണ് 3 മൊമെന്റ് ഇക്വേഷൻ. ഫോഴ്സ് മെത്തേഡിൽ 2 ഉണ്ട്, കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആൻഡ് 3 മൊമെന്റ് ഇക്വേഷൻ, അല്ലെ ക്ലാപ്രിയോൺസ് തിയറം. ഇനി ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിന്റെ പ്രൈമറി അൺനോൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സ്റ്റിഫ്നെസ് മെത്തേഡ് നമ്മൾ പറയാറുണ്ട്, കോമ്പാക്ടിബിലിറ്റി കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതിൽ നമുക്ക് എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, അതുപോലെ തന്നെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇത് ഈ വാക്കൊന്നും കേട്ട ആരും ഞെട്ടണ്ട. നമുക്ക് 3 മൊമെന്റ് ഇക്വേഷൻ ഫസ്റ്റ് മൊഡ്യൂള്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ സെക്കൻഡ് മൊഡ്യൂള്, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ തേർഡ് മൊഡ്യൂള്, അങ്ങനെ നമുക്ക് ഈ മെത്തേഡ് എല്ലാം നമ്മുടെ ഓരോ മൊഡ്യൂൾസ് ആണ് KTUവിൽ. സോ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്കപ്പോൾ ഇപ്പോൾ ഇവിടെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ് ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡും. ഫോഴ്സ് മെത്തേഡിൽ തന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ഉണ്ട്. 3 മൊമെന്റ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് നിങ്ങൾ സ്ട്രക്ചറൽ അനാലിസിസ് 1-ൽ പഠിച്ചിട്ടുള്ളതാണ്. ദിസ് വൺ 3 മൊമെന്റ് മെത്തേഡ്. ഡിസ്പ്ലേസ്മെന്റിന്റെ 2 എക്സാമ്പിൾ ആണ്. പ്രൈമറി അൺനോൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, അതുപോലെ തന്നെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഇൻട്രോ പോർഷൻ ആയിട്ട് സ്ട്രക്ചറൽ അനാലിസിസ് പോകുന്നത്. ഇനി നമുക്ക് മെയിൻ ആയിട്ടും ഫസ്റ്റ് 3 മൊമെന്റ് ഇക്വേഷൻ, അതായത് ക്ലാപ്രയോൺസ് തിയറത്തിലേക്ക് വരാം. ക്ലാപ്രയോൺസ് തിയറത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഫ്രഞ്ച് എഞ്ചിനീയർ ക്ലാപ്രയോൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എന്നാ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 1857. ഓക്കെ, ശരിക്കും ഈ 3 മൊമെന്റ് ഇക്വേഷൻ ഓർ ക്ലാപ്രയോൺസ് തിയറം എന്ന് പറയുന്നത് ഇക്വേഷന്റെ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻസ്, അതായത് 3 മൊമെന്റ് ഇക്വേഷൻ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ moments at 3 successive supports and relationship between moments at 3 successive supports and loading on the 2 span. 2 span means between the 3 supports. Okay, with or without unequal settlement of the support. Without unequal settlement of the supports. Okay, ശരിക്കും 3 മൊമെന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊമെന്റ്സ് അറ്റ് ദ 3 സക്സസീവ് സപ്പോർട്ട്സ് ആൻഡ് ദ ലോഡിംഗ് ഓൺ ദ 2 സ്പാൻ. ശരിക്കും നമ്മൾ ഇത് ഡിറൈവ് ചെയ്താണ് ക്ലാപ്രയോൺസ് നമുക്ക് ഈ തിയറം കണ്ടുപിടിച്ച് തന്നിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ക്ലാപ്രയോൺസ് തിയറംസ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ബീമിന്റെ അനാലിസിസിന് വേണ്ടിയാണ്. മറക്കരുത്, കണ്ടിന്യൂസ് ബീമിന്റെ അനാലിസിസിന് വേണ്ടി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാപ്രയോൺസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എ ബീം വിച്ച് ഈസ് സപ്പോർട്ടഡ് ഓൺ മോർ ദാൻ 2 സപ്പോർട്ട്സ്. പാലം അങ്ങ് ഓർത്തുകൊണ്ടാൽ മതി, ബ്രിഡ്ജ് ഓർത്തുകൊണ്ടാൽ മതി, അപ്പം മനസ്സിലേക്ക് കണ്ടിന്യൂസ് ബീം വന്നോളൂ. മോർ ദാൻ 2 സപ്പോർട്ട്സ്, മോർ ദാൻ 1 സ്പാൻ. ക്ലിയർ ആയിക്കോ?
മോർ ദാൻ വൺ സ്പാൻ ഓർ മോർ ദാൻ 2 സപ്പോർട്ട്സ്, അങ്ങനെയുള്ള ബീമിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു നമ്മൾ കണ്ടിന്യൂസ് ബീമിന്റെ അനാലിസിസിനാണ് ക്ലാപ്രയോൺസ് തിയറം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇനി എല്ലാവരുടെയും മനസ്സിലേക്ക് കണ്ടിന്യൂസ് ബീം ആയിരിക്കണം ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടിന്യൂസ് ബീം മനസ്സിലേക്ക് വരും. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആപ്ലിക്കേഷൻ കുറെ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ബീം അനലൈസ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് ഡിറൈവ് ചെയ്യണ്ടേ തിയറം. ഓക്കെ, കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 സപ്പോർട്ട്സ് ആണ്. ഇനി ഈ കണ്ടിന്യൂസ് ബീം നമ്മൾ ലോഡ് ചെയ്യുക, ലോഡഡ് ആണ്. വെൻ ലോഡഡ്, ഓക്കെ, എന്താവും? ഇതിനകത്തേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ എന്താവും? ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇതേനാ സി ഓക്കെ, കണ്ടിന്യൂസ് ബീമിലേക്ക് വെൻ ലോഡഡ് ഇറ്റ് വിൽ ഡിഫ്ലക്ട്. ഇത് ഡിഫ്ലക്ട് ചെയ്യും, ബീം ഡിഫ്ലക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സിറ്റി അപ്വേർഡ്, അതായത് ഇതിന്റെ ദിസ് ഈസ് ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്, ദിസ് ആർ ദ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ്. ഇത് എൻ സപ്പോർട്ട്, ഇതും ദിസ് ആർ ദ എൻ സപ്പോർട്ട്സ്, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ എൻ സപ്പോർട്ട് ദിസ് ആർ ദ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ്. ഓക്കെ, ഇവിടെ സപ്പോർട്ട്സിൽ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സിൽ നോക്കിക്കേ, എന്താ? കോൺവെക്സിറ്റി അപ്വേർഡ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമയില്ലേ, ആമ, ടർട്ടിൽ, ടോട്ടോയ്സ്, അതിന്റെ പുറം ഓർത്തുകൊണ്ടാൽ മതി കോൺവെക്സ്. ഓക്കെ, മറക്കരുത് കോൺവെക്സ്. ഇങ്ങനെ കോൺവെക്സിറ്റി അപ്വേർഡ് ഓവർ ദ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ്. ദിസ് ഡിഫ്ലക്ട് ചെയ്യുമ്പം ഇവിടെ കോൺവെക്സിറ്റി അപ്വേർഡ് ആ ജംഗ്ഷൻ പോയിന്റ് സപ്പോർട്ടിൽ, ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിൽ. എന്നാൽ വിത്ത് കോൺകേവ് ഇങ്ങനെ കോൺകേവിറ്റി അപ്വേർഡ്സ് ഓവർ ദ മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും. മിഡ് സ്പാനിൽ കോൺകേവും ആയിരിക്കും. ഇങ്ങനെയായിരിക്കും അത് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുവാണ്. ഇതാണ് വരുന്നത്. ഇതിലേക്ക്, അതായത് കണ്ടിന്യൂസ് ബീമിലേക്ക് ലോഡ് വരുമ്പോൾ ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിൽ കോൺവെക്സിറ്റിയും മിഡ് സ്പാനിൽ കോൺകേവിറ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇത് എൻ സപ്പോർട്ട്സ്, ഇത് ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ്. അപ്പൊ നമുക്ക് എൻ സപ്പോർട്ടിലെ മൊമെന്റ് അറിയാമെങ്കിൽ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിലെ മൊമെന്റ് കാണാൻ നമുക്ക് ക്ലാപ്രയോൺസ് തിയറം വെച്ചിട്ട്, അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് 3 മൊമെന്റ് വരെ കണ്ടുപിടിക്കാം. സോ ഇറ്റ് ഇസ് കോൾഡ് 3 മൊമെന്റ് ഇക്വേഷൻ. 3 മൊമെന്റ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എൻ സപ്പോർട്ടിലെ മൊമെന്റ്സ് അറിയാമെങ്കിൽ, എൻ സപ്പോർട്ടിലെ മൊമെന്റ്സ് നമുക്ക് സ്ട്രക്ചർ അനാലിസിസ് 1 പഠിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തൊട്ട് പഠിക്കുന്നുള്ളതുകൊണ്ട് നമുക്കതറിയാം. എങ്ങനെ? ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. എൻ സപ്പോർട്ട്, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ആണ് എങ്കിൽ എൻ സപ്പോർട്ടിലെ മൊമെന്റ് എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് ഉണ്ടോ? ഇല്ല. ഇനി ഫിക്സഡ് ആണെങ്കിലോ ബെൻഡിങ് മൊമെന്റ് ഉണ്ടോ? ഉണ്ട്. ബെൻഡിങ് മൊമെന്റ് ഉണ്ട്, പക്ഷെ സ്ലോപ്പ് 0 ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ്, എൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. എൻഡ് ഫിക്സഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഉണ്ടായിരിക്കും, ബട്ട് സ്ലോപ്പ് 0 ആയിരിക്കും. ആണ് എങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്തുകൊണ്ട് ക്ലാപ്രയോൺസ് തിയറം മൂലം നമുക്ക് എല്ലാ സപ്പോർട്ട്സിലെ മൊമെന്റ് കണ്ടുപിടിക്കാം. അറ്റ് എ ടൈമിൽ ത്രീ മൊമെന്റ്സ്, ആദ്യം ഇത് 3, പിന്നെ അടുത്ത 3 അങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്ലാപ്രയോൺസ് തിയറം വെച്ചിട്ട് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ? For more references, refer these textbooks. Thank you.